എന്താ പറയുക, ഈ പൈസന്റെ ലാഭം നോക്കണ്ടേ, വണ്ടിന്റെ ക്വാളിറ്റി നോക്കണം. വണ്ടി ഇപ്പൊ നിങ്ങൾക്ക് വേണം ഇങ്ങനത്തെ വണ്ടി ഞാൻ 10 ലക്ഷം റുപ്യ 10-നും 8-നും ഒക്കെ തരാം, അതിന് കഴിയും കൊടുക്കാൻ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാകുമ്പോൾ അതിന്റേതായ വിലക്ക് മാറ്റണ്ടാവും. പിന്നെ ഗ്ലാസ് മാറുക, പിന്നെ തട്ടുക, സൈഡ് തട്ടുക, ഇതിനൊക്കെ മാർക്കറ്റിൽ വില കുറയും. പിന്നെ ഇവിടെ വന്ന് കുറെ ആൾക്കാർ വിലപ്പാകാ ചോദിക്കും. വിലപ്പാകുള്ള വണ്ടി നല്ല വണ്ടി ചോദിച്ചെടുക്കണം. എന്നാൽ എന്താ പറയുക, പിന്നീട് ഇത് വിൽക്കുമ്പോ സുഖ. പിന്നെ മെക്കാനിക്കൽ വർക്ക് ഒന്നും ഉണ്ടാവില്ല. തട്ടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ടയർ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റേണ്ട, അലൈൻമെന്റ് നിൽക്കൂല, അപ്പൊ പ്രശ്നങ്ങളാ. പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ വെള്ളം അകത്തേക്ക് വരും. മെക്കാനിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ എത്ര ആൾക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഓരോ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. മറ്റേ ടോപ്പിന്റെ പിന്നെ തുരുമ്പാവും ഒക്കെ ചെയ്യും. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ണി ചിമ്മിയിട്ട് കാറുകൾ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഷോറൂം. 1 കൊല്ലം വാറന്റിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ വാഹനങ്ങൾക്കും ഷോറൂം ഹിസ്റ്ററി ഉണ്ടാവും. അതായത് കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാണ്. ധൈര്യത്തിൽ, ഒരു പേടിയില്ലാതെ ധൈര്യത്തിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടികളാണ്. പിന്നെ മഹീന്ദ്രന്റെ താർ ബ്ലാക്ക് കളർ 2 പീസ് ഉണ്ട്. അതുപോലെ തന്നെ സെൽറ്റോസ് ഉണ്ട്, സോണറ്റ് ഉണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഈ 7 സീറ്റുള്ള ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, XL6 ഉണ്ട്. ഒരുപാട് നല്ല കിഡിലൻ വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എന്നോടൊപ്പം ഉള്ളത് നാസറാഖാണ്. നാസറാഖ് എന്തൊക്കെയുണ്ട്? നമ്മൾ സ്ഥിരമായിട്ട് വീട് ചെയ്യുന്ന ഒരു ഷോറൂമാണ് കേട്ടോ. നല്ല അടിപൊളി അലുവക്കണ്ട പോലത്തെ കാറല്ലേ നാസറാഖ? അലുവക്കണ്ട പോലത്തെ കാറ്. മൂപ്പര് നല്ല വാഹനങ്ങളല്ലാണ്ട് ചെയ്യലില്ല. മോഡൽ കൂടിയ വണ്ടികളല്ല, മോഡൽ കൂടിയ വണ്ടിയാ. പിന്നെ നമ്മളൊരു വർഷം വാറന്റി കൊടുക്കും. അപ്പൊ മോഡൽ കൂടിയ വണ്ടിക്ക് കൊടുക്കാൻ കഴിയും. അതെ, വാറന്റി 18-ന് ശേഷമുള്ള 18 മുതലുള്ള വണ്ടിക്ക് വാറന്റി കൊടുക്കും. വാറന്റി ഒക്കെ കൊടുക്കും. പിന്നെ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ വേണ്ട. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വാറന്റി കിട്ടുള്ളൂ. അതെ. പിന്നെ ലൊക്കേഷൻ എങ്ങനെയാണ്? ലൊക്കേഷൻ നമ്മൾ ഇത് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയാണ്. അതായത് കോഴിക്കോട് പാലക്കാട് ഹൈവേ. അതായത് കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ടൊരു 6 കിലോമീറ്റർ ഉണ്ടാവും. മഞ്ചേരി നിലമ്പൂരിൽ നിന്നൊക്കെ വരുമ്പോൾ വെള്ളാമ്പുറം ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 6 കിലോമീറ്റർ ഉണ്ടാവും. അതിന്റെ സെന്ററിലാണ് നമ്മളെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നെയ്യാറ പെട്രോൾ പമ്പാണ്. ഈ ഒരു റൂട്ടിന് നേരെ പെട്രോൾ പമ്പ് ഒന്നേ ഉള്ളൂ, 7 കിലോമീറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനും മൂപ്പരെ നമ്പറിൽ വിളിച്ചാൽ മതി. അതിൽ വിളിച്ചാല് ലൊക്കേഷൻ ഫോൺ എടുക്കാത്ത പ്രശ്നം ഉണ്ടാവും. ഫോണൊക്കെ എടുക്കും. ഗേറ്റിലൊക്കെ ഉണ്ട് കേട്ടോ. ഗേറ്റിലൊക്കെ ജസ്റ്റ് നമ്പർ സേവ് ചെയ്തിട്ട് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ ബന്ധപ്പെട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല വണ്ടി കൊണ്ടുവന്നാൽ എക്സ്ചേഞ്ച് എടുക്കും. നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് വേണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് വണ്ടി എടുക്കാം. ഓക്കെ, അപ്പോ ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വീഡിയോയിൽ പോവാം. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള മഹീന്ദ്രന്റെ ഖിദ്മത്തിന്റെ ഒരു പെട്ടി പീസ് അല്ലെ, XUV 3XO. എങ്ങനെയാണ് ഇത്? 2024 മോഡൽ. 24 മോഡല്, 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് വേരിയന്റ് AX5. വെറും 24,000 കിലോമീറ്റർ മാത്രം ഓടിയുണ്ട്. 21,000 ഓടിയിട്ടുള്ളൂ. 21,000. ഇതിന്റെ വേരിയന്റ് AX5 എന്നാ. അതായത് അലൈവീല്, പുഷ്പട്ട സ്റ്റാർട്ടിങ്, സൺറൂഫ്, എല്ലാ കാര്യങ്ങളും വരും. ക്രൂയിസ് കൺട്രോള് എല്ലാം വരും. ഏകദേശം എല്ലാതും വരും. ഇതിന്റെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് പെട്രോൾ മാനുവൽ ആണ്. 2024 സിംഗിൾ ഓണർഷിപ്പ്. ഒരേ ഒരു ഓണർ. ഒരേ ഓണർ. കമ്പനി വാറന്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ആക്സിഡന്റ് റീപ്ലേസുകളൊന്നുമില്ല. അപ്പൊ നമ്മള് ഇത് ചോദിക്കുന്ന വില 9.5 ലക്ഷം റുപ്യ. 9. ചിലപ്പോ ഇതിന് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കിട്ടും. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. വണ്ടിയുമ്പോ വേറെ റീപ്ലേസ് ഒന്നുമില്ല. പെട്ടി പീസ് ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ്. നല്ല അലുവക്കണ്ടം പോലത്തെ ഒരു ക്രിസ്റ്റ. KL58 കേട്ടോ. തലശ്ശേരി അല്ല? തലശ്ശേരി. നാസറാഖ, ഇത് എങ്ങനെയാണ്? ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് 2019 മോഡല് G4 G+ വണ്ടി. G+ ഓട്ടോമാറ്റിക്. ഓക്കെ, 7 സീറ്റ് വണ്ടിയാണ്. 7 സീറ്റർ ആണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 1,28,000 ഓടി. 1,28,000 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്, ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഏകദേശം ഒരു 80-90% ഫുൾ കട്ട ടയർ ഉണ്ട്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ? ഫിറ്റിംഗ് ഉണ്ട്, നല്ല അടിപൊളി സൈഡ് സ്റ്റെപ്പ്, അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാ. ഓക്കെ. ഒന്നുമില്ല. മോഡൽ എത്ര? 2019 ഈ ഷേപ്പ് തന്നെയാണ് ഇത്. പിന്നെ 19 ഇത് 2.8 ആണ്. 2.8 അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു മെയിൻ ഗ്ലാസ് പോലും ഒന്നുമില്ല. ഫുൾ ഗ്യാരണ്ടി. നല്ല പെട്ടി പീസ്.
അല്ല കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ, എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ക വണ്ടി. എത്രക്ക് കൊടുക്കാൻ പറ്റും ഇത്? ഇത് 18-30 നമ്മൾ ചോദിക്കണേ. 18-30 ചോദിക്കണ്ടല്ലോ. ഓക്കെ. ലോണ് വേണ്ടവർക്ക് ഒരു 16 ലക്ഷമൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ, നമ്മൾ നമ്പറിൽ വിളിക്കട്ടെ. നല്ല കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു XL6 മാരുതിന്റെ വണ്ടി, അതും 7 സീറ്റ് അല്ലേ? 7 സീറ്റ്. ഇത് എങ്ങനെയായിരുന്നു നാസറക്ക? ഇത് 2021 മോഡല് വേരിയന്റ് അൽഫയാണ്, ഏറ്റവും ടോപ്പ്. ടോപ്പ് ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് അല്ലേ? അൽഫ ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി. അത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പെട്രോൾ ഹൈബ്രിഡ് അല്ലേ? പെട്രോൾ ഹൈബ്രിഡ്. ഓക്കെ. മൈലേജ് എത്ര കിട്ടൂല? ഇതൊക്കെ ഒരു മൈലേജ് ഒരു 15ന്റെ ഉള്ളിലെ കിട്ടും. 13-14 ഒക്കെ കിട്ടും. അത്ര കിട്ടും. 20 പറയാവുന്ന കിട്ടും. വെറുതെ പറഞ്ഞില്ല. ഓട്ടോ എത്ര ഉണ്ട്? ഇത് 85,000 ഓടിയിട്ടുണ്ട്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്രൈസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ നാട്ടിലെ KL14 നമ്പറാണ്. KL14 നല്ല അടിപൊളി കളറാണ് അല്ല? നല്ല കളറാണ്. കളർ നല്ല ഭംഗിയുണ്ട്. ടയറൊക്കെ ഏകദേശം പുതിയ ടയറാണ്. ഫുൾ കട്ട് ടയർ ഉണ്ട്. ഓക്കെ. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് മിഡിൽ ഓപ്ഷൻ അല്ലേ പിന്നെ? അല്ല, ഇത് ഫുൾ ഓപ്ഷൻ. വണ്ടിയാണ്. ഫുള്ളിനാണ് അൽഫ എന്ന് പറയാം. ഏറ്റവും ടോപ്പ് അൽഫ. 2021 അൽഫ ഫുള്ളാണ്. ഇതിന് ചോദിക്കണ വില 9,60,000 രൂപ. 9,60 ചോദിക്കുന്നുണ്ട്. 9,60 ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 ലക്ഷം റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കല്ല. ഒരു 80 റുപ്യൊക്കെ ഉണ്ടായാൽ മതിയോ? വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അല്ല? വണ്ടി നല്ല വണ്ടിയാണ്. നല്ല അടിപൊളി. ഞങ്ങള് ഫുള്ള് നോക്കി. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന്റെ സീറ്റ് കവറൊക്കെ കമ്പനി വരുന്നുണ്ടാവുക. അത് കമ്പനി വരുന്നതാണ്. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഗ്രാൻഡ് ഐറ്റൻ ഉണ്ടായിട്ട് വണ്ടി അല്ല? ഇത് നാസറൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2017 മോഡലാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 60,000 ഓടിയിട്ടുള്ളൂ. അല്ല, ഈ വണ്ടിക്ക് നിങ്ങൾ വാറണ്ടി കൊടുക്കോ? 17 വണ്ടിക്ക്? ഈ വണ്ടി 18-ലാണ് ഇറങ്ങിയത്. വാറണ്ടി കിട്ടുമോ നോക്കാം. 2018 ലാസ്റ്റ് ആണ് വണ്ടി ഡെലിവറി എടുത്തത്. മോഡൽ 17 ഉള്ളൂ. പിന്നെ സ്പോർട്സ് ആണ് വേരിയന്റ്. പെട്രോൾ മാനുവൽ വണ്ടി. 60,000 ഓടിന് ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ 3,75 ചോദിക്കണം. 3,75. ഒരു 80 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ എടുക്കാം. വണ്ടി വണ്ടി ഫുൾ ഗ്യാരണ്ടി. മിയത്തിൽ മിയ അല്ല? നല്ല ക്ലീൻ പീസ് ആണ്. 45,000 കിലോമീറ്റർ ഒരു പെട്ടി പീസ് അല്ല? ഒരു ഷോറൂം പീസാണ് നിങ്ങളെ കാണിക്കുന്നത്. നാസറൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡല്. ഇത് ഹോണ്ട സിറ്റി. 18 മോഡൽ ഹോണ്ട സിറ്റി വി ഓപ്ഷൻ. പുഷ്പട്ടൻ സ്റ്റാർട്ടിങ്ങും അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരും. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ക്രൂയിസ് കൺട്രോളും ഉണ്ടാവും. എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. സൺറൂഫ് ഉണ്ടാവില്ല. സൺറൂഫ് ഇല്ല, ബാക്കി എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. വെറും 45,000 ഈ വണ്ടി ഓടി. മിയത്തിൽ മിയ. സിംഗിൾ ഓണർഷിപ്പ്. 2018 മോഡല്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയർ ഇപ്പൊ പുതിയതാണ്. ഇൻഷൂർ പുതിയതാണ്. പുതിയ ഇൻഷൂർ പുതിയ ഇൻഷുറൻസ്. B2B അല്ല, ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ കവർ തന്നെ. ഇത് ചോദിക്കണ വില 6,50,000 രൂപ. 6,50,000 കൊടുക്കാം. അത്യാവശ്യം ഒരു 80-1 ലക്ഷം റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കല്ലേ? ആവശ്യക്കാർ ഒരു ഹോണ്ട സിറ്റി, നല്ല കിദ്മത്തിന്റെ ഹോണ്ട സിറ്റി ചോദിക്കണവരുണ്ട്. കിലോമീറ്റർ കുറവുള്ളത്. അതെ, ഇപ്പൊ നമ്മുടെ അടുത്ത് പോകുന്നത്. ഓക്കെ. ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. ഒരു കറുത്തലുവ എന്താ രസമല്ല കാണാന്. കിയാന്റെ സെൽറ്റോസ് ഡീസൽ പെട്രോൾ. ഇത് ഡീസൽ വണ്ടി. 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഒരു ടാൻസം വേണ്ട. ഇത് 2021 മോഡലാ. 21 വണ്ടി അല്ല? HDX ആണ്. സൺറൂഫ് അടുക്കം വരുന്ന വണ്ടി. സൺറൂഫ്, പുഷ്പട്ട സ്റ്റാർട്ടിങ്, ക്രൂയിസ് കൺട്രോൾ ഒക്കെ ഉണ്ടാവും. അലോയ് വീൽസ് ഒക്കെ ഉണ്ടാവും. ടയറൊക്കെ യോക്കോമന്റെ പുതിയ ടയറാണ്. കറക്റ്റ് കമ്പനി 4 യോക്കോമന്റെ പുതിയ പുത്തൻ ടയർ. കമ്പനി കറക്റ്റ് സർവീസ് ചെയ്ത് പോകാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന വില 12.5 ലക്ഷം റുപ്യ. 12. ഒരു 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ കൊടുക്കാം. 1 ലക്ഷം റുപ്യ മതി, ബാക്കി ലോൺ ചെയ്യാൻ പറ്റൂല. വണ്ടി ഒന്നും നോക്കല്ല, കണ്ണി ചിമ്മിട്ട് എടുക്കാം അല്ല? ചിമ്മാതൊക്കെ എടുക്കാം. ഒരു സെൽറ്റോസ് നോക്കുന്ന ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് വന്ന് നോക്കിട്ട് എടുത്തോട്ടെ. ഇതിനൊരു വർഷം വാറണ്ടി കൊടുക്കാം നമുക്ക്. നിലവിൽ കമ്പനി വാറണ്ടി കഴിഞ്ഞതാണ്. അതെ, വിലയിൽ ലാഭം നോക്കണ്ട, വണ്ടി ക്വാളിറ്റി നോക്കാം ആദ്യം അല്ല? വെറും 24,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ഹുണ്ടായിന്റെ ക്രെട്ട അല്ല? ആലുവക്കണ്ടം പോലത്തെ ഒരു വണ്ടി. എങ്ങനെയാണ് നാസറക്ക? ഇത് 2024 മോഡല്. ഡീസൽ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് പോയിട്ട് 0 ക്ലെയിം വണ്ടിയാ. ഒരു പെയിന്റ് വരും ഇതിലെ ടച്ച് ഒന്നുമില്ല. നല്ല ഷോറൂം പീസ്. ഏത് വണ്ടിയായാലും ഒരു ടച്ചപ്പ് ഒക്കെ കയറാത്ത ഒരു വണ്ടി ഉണ്ടാവില്ല. പമ്പറൊക്കെ മാറിയ വണ്ടി 100% ഒന്നുമില്ല. ഇത് 0 ക്ലെയിം വണ്ടിയാണ്. എസ് ഓപ്ഷൻ ആണ്. അതായത് അലോയ് വീല്, പനോരമിക് സൺറൂഫ്, പുഷ്പട്ടർ സ്റ്റാർട്ടിങ്, ക്രൂയിസ് കൺട്രോൾ എല്ലാ സാധനവും ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും? ഇതിന് ഒരു 16 കിലോമീറ്റർ. നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ട്.
അപ്പൊ ഇതിന് ചോദിക്കണ വില 18-30 ഒരു 1.5 ലക്ഷം 1.25 ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കാം. ലോൺ ഇറക്കാൻ പറ്റൂല, ധൈര്യത്തിൽ എടുത്തു പോവാം. കമ്പനി വാറണ്ടി ഉള്ള എന്തായാലും ഷോറൂമിനേക്കാളും വില ഒരു 2-3 ലക്ഷം അത്ര മാറ്റമുണ്ട്. പിന്നെ ഷോറൂം പുതിയ വണ്ടി ഈ ഓപ്ഷൻ വണ്ടി ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല. ഭയങ്കര ടൈറ്റ് ആണ്. ഓക്കെ, ബുക്ക് ചെയ്ത് കാത്തു നിൽക്കണം. വീഡിയോ കാണുന്നവർക്ക് അറിയാം എത്രയോ വണ്ടിന്റെ ബേസ് മോഡൽ കിട്ടുന്നുണ്ട്. ഈ മോഡൽ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വന്ന് വന്നോട്ടെ. ഒരു 3 റുപ്യന്റെ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ബാക്കി നമുക്ക് ലോണൊക്കെ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാർക്ക്. ഇനി എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് വണ്ടി എടുക്കാം. ആയിക്കോട്ടെ. നല്ല ഖീദമത്തിന്റെ കുതിരത്തിന്റെ ഫാൻസി നമ്പറിൽ വന്നിട്ടുള്ള ഒരു വാഹനം 4000 ആണ് നമ്പർ വരുന്നത്. KL13 കണ്ണൂരുകാർക്ക് പറ്റിയ വണ്ടിയല്ലേ? ഓക്കെ, മഹീന്ദ്രന്റെ അതായത് പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് താറാണ്. നസറക്ക എങ്ങനെയാണ്? ഒരു കറുപ്പ് കളറാണ്, കരിമ്പുലി. അത്യാവശ്യം ഫിറ്റിംഗ്സും ഉണ്ട്. അത്യാവശ്യം ബാക്ക് ടൈലൈറ്റ്, ഫ്രണ്ട് ഗ്രില്ല്, ലൈറ്റ്, ബമ്പർ കാര്യങ്ങളൊക്കെ മാറ്റി. ടൈലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, നല്ല പ്രോഗ്രാമൊക്കെ വെച്ചത്. ഈ ബമ്പർ ഒക്കെ മാറ്റിയതാണല്ലോ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2024 ലാസ്റ്റ് വണ്ടിയാണ്. 24 ലാസ്റ്റ് വണ്ടി. ഓട്ടം 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ അല്ല, പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. പിന്നെ ഇതിന് ചോദിക്കുന്ന വില നമ്മള് 14,60 ചോദിക്കുന്നുണ്ട്. എന്തായാലും 1 ലക്ഷം റുപ്യ ഉണ്ട്. ബാക്കി ലോണൊക്കെ ബാക്കി ലോൺ ഇറക്കാൻ പറ്റൂല. വേറെ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ടയറൊക്കെ പിന്നെ ഏകദേശം 70-80% ടയറും ഉണ്ട്. 80% ഫുൾ കട്ട് ടയറും ഉണ്ട്. ടെൻഷൻ വേണ്ട. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഇത് 2023 മോഡല്. HDK പ്ലസ് ആണ് വേരിയന്റ്. HDK പ്ലസ്. സൺറൂഫ് ഉണ്ടാവില്ല? സൺറൂഫ് ഇല്ല. കഴിഞ്ഞ വീഡിയോയില് സൺറൂഫ് ഉള്ള പെട്രോൾ ഇട്ടേന്. ആ വീഡിയോ പിന്നെ കണ്ടിട്ട് കുറെ ആൾക്കാർ വിളിച്ചു. നമ്മളൊരു കസ്റ്റമറാണ് എടുത്തത്. സ്ഥിരമായിട്ട് വണ്ടി എടുക്കണ കസ്റ്റമറാ വണ്ടി എടുത്തത്. അപ്പൊ ഇത് 51,000 ഓടിയിട്ടുണ്ട്. ഡീസലാണ് വണ്ടി. ഡീസൽ. പിന്നെ IMT ഗിയർ ബോക്സ്, അതായത് ക്ലച്ച് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഓട്ടുന്ന വരെ ഓട്ടി പോവാം. പിന്നെ നിലവിൽ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പുഷ്പട്ട സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. പുഷ്പട്ട സ്റ്റാർട്ടിംഗ് ഒക്കെ പുഷ്പട്ട സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ 51,000 ഓടിയിട്ടുള്ളൂ. ഇതിന് ചോദിക്കുന്ന വില 9,50,000 റുപ്യ. 9,50,000. ലോൺ ഒരു 80 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോണൊക്കെ ചെയ്യാം. നല്ല വണ്ടി കേട്ടോ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല പെട്ടിപ്പിച്ചല്ലേ? അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. വിളിക്കട്ടെ. നല്ല കിടുക്കാച്ച് കളറ്, ഒരു ഗ്രേ കളർ വണ്ടിയാണ് മഹീന്ദ്രന്റെ താറും. അതും ഡീസല് മാനുവൽ വണ്ടി അല്ല? മാനുവൽ 2 വീൽ വണ്ടി. 2 വീൽ. ഓക്കെ, എങ്ങനെയായിരുന്നു? ഇത് 2024 മോഡലാ. 24 ലാസ്റ്റ് ആണ്. 12ാം മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ടച്ചപ്പ് വരെ കയറാത്ത. വെറും 32,000 മാത്രം ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കമ്പനി വാറണ്ടി ഉണ്ടാവും. ഈ കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ നമുക്ക് 1 വർഷം വാറണ്ടി കൊടുക്കുക. പിന്നെ ഇതിന് ചോദിക്കുന്ന വില 13,60,000 റുപ്യ. 13,60,000 അല്ലേ? 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോണും ചെയ്യാം. 1 ലക്ഷം റുപ്യ വേണ്ടി വരും. 1 ലക്ഷം ബാക്കി ലോൺ ചെയ്യാം. വണ്ടി നല്ല പെട്ടി പീസല്ല. നിങ്ങൾ നോക്കി എവിടെയോ സ്ക്രാച്ചോ കാര്യം ഒന്നുമില്ല. ഇറക്കാൻ. പിന്നെ വരുന്നവരെന്തായാലും നല്ല നോക്കിട്ട് എടുക്കുള്ളൂ. അതെ, എന്തായാലും അങ്ങോട്ട് എടുക്കും. അല്ല, അവരെ മുതലല്ല, അവര് നോക്കണല്ലോ. മുടക്കണ ആള് ശരിക്കും വണ്ടി പൈസ ഇറക്കണ ആള് എന്തായാലും ഫുൾ നോക്കിട്ട് ആള് നോക്കേണ്ടത്. ഈ പൈസന്റെ ലാഭം നോക്കണ്ടേ, വണ്ടിന്റെ ക്വാളിറ്റി നോക്കണം. വണ്ടി ഇപ്പൊ നിങ്ങൾക്ക് വേണം ഇങ്ങനത്തെ വണ്ടി ഞാൻ 10 ലക്ഷം റുപ്യ 10-8 ഒക്കെ തരാം. അതിന് കഴിയും കൊടുക്കാൻ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാകുമ്പോ അതിന്റേതായ വിലക്ക് മാറ്റണം. പിന്നെ ഗ്ലാസ് മാറുക, പിന്നെ സൈഡ് തട്ടുക, ഇതിനൊക്കെ മാർക്കറ്റിൽ വില കുറയും. പിന്നെ ഇവിടെ വന്ന് കുറെ ആൾക്കാർ വിലപ്പാക ചോദിക്കും. വിലപ്പാകുള്ള വണ്ടി നല്ല വണ്ടി ചോദിച്ചെടുക്കണം. എന്നാൽ എന്താ പിന്നീട് ഇത് വിൽക്കുമ്പോ സുഖ. പിന്നെ മെക്കാനിക്കൽ വർക്ക് ഒന്നും ഉണ്ടാവില്ല. തട്ടിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ടയർ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റേണ്ട, അലൈൻമെന്റ് നിൽക്കൂല, ഒക്കെ പ്രശ്നങ്ങളാ. പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെ വെള്ളം അകത്തേക്ക് വരും. മെക്കാനിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ എത്ര ആൾക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട്. ഓരോ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഈ മറ്റേ ടോപ്പിന്റെ പിന്നെ തുരുമ്പ ഒക്കെ ചെയ്യും. ചോദിക്കണ വില 13,60,000. ആവശ്യക്കാരുണ്ട്, വിളിക്കട്ടെ. ഇവിടെ മൈലേജിന്റെ രാജാക്കന്മാർ 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ട സിറ്റി ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഒരു സ്വിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് എടുക്കല്ല, കൊടുക്കാൻ പറ്റൂല്ലേ? കൊടുക്കാം. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു? ഇത് 2014 മോഡൽ ഫുൾ ഓപ്ഷൻ സൺറൂഫ് അടുക്കാൻ വരുന്ന ഒരു വണ്ടി മോഡൽ. പിന്നെ 2 കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള. ഹോണ്ട സിറ്റി കൂടുതലും റീ വണ്ടികൾ കേരളാണ്. ഇത് 2014.
പിന്നെ ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. 1.75 ഓടിന് ഫുൾ കമ്പനി സർവീസ്, ഹിസ്റ്ററി ഉണ്ട്. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെക്കാനിക്കൽ ഫുൾ ഫിറ്റ്. ഫുൾ ഫിറ്റ്. 4,90,000 രൂപ ചോദിക്കണേ. 490. ഇത് 2015. ബ്ലാക്ക് എങ്ങനെയായിരുന്നു? ഇത് 2015 മോഡല്. ഇതിന്റെ വേരിയന്റ് എസ് ആണ്. ഓക്കെ. ഇതിന്റെ മുകളിൽ നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തത്. ഏത് ലോക്കൽ സെറ്റ് അല്ല, 8,000 സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. അതേപോലെ അലോയ്സ് ഉണ്ട്. പിന്നെ ഫുൾ ഓപ്ഷന്റെ അലോയ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് ഒക്കെ എക്സ്ട്രാ കയറ്റിയ നല്ല വണ്ടിയാണ്. ഇത് 1.70 ഓടിന് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് നമ്മൾ 5 ലക്ഷം രൂപ ചോദിക്കണം. ബ്ലാക്ക് ആട്ട കളർ എവിടെ ഇല്ലാത്ത സാധനം. അതെ, ഒരു റയർ ആണ് ഈ ഹോണ്ട സിറ്റിയിൽ ബ്ലാക്ക്. പിന്നെ പൊതുവെ പീസാണ്. പിന്നെ ഇത് നമ്മൾ ചോദിക്കണ വില 5 ലക്ഷം രൂപ ചോദിക്കും. 5 ലക്ഷം രൂപ അല്ലേ? ഇതിന് ലോണൊക്കെ കിട്ടും. ഇതേപോലെ തന്നെ ഒരു 70-80 ഉറുപ്പ്യ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യല. അതും ഒറിജിനൽ കേരള വണ്ടികളാണ് കേട്ടോ, റീ വണ്ടികളല്ല. പിന്നെ ബ്ലാക്ക് റയർ പീസാണ്. ടയറൊക്കെ പുതിയ ടയറാ. അതെ. മെക്കാനിക്ക് ഫുൾ മിയത്തുൽ മിയല്ല. മെക്കാനിക്ക് 100%. മെക്കാനിക്കിന്റെ കാര്യം ഒന്നും ഇവിടെ ചോദിക്കണ്ട. കാരണം നാസറൊക്കെ അങ്ങനത്തെ വണ്ടികളെ എടുക്കുള്ളൂ, നല്ല വണ്ടികളെ എടുക്കുള്ളൂ, നല്ല വണ്ടികളെ കൊടുക്കുള്ളൂ അല്ല. ഇതെവിടെ നല്ല കിടിക്കാച്ച് വണ്ടി, അതും ഒരു റയർ, ഹോണ്ട മെസ്ൽ റയർ, ഡീസലില് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് നാസറൊക്കെ എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2018 മോഡല്. പിന്നെ ഓപ്ഷൻ വി ആണ്. വി പറഞ്ഞാൽ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് അലൈസ് ഒക്കെ ഉണ്ടാവും. പുഷ്പട്ടനൊക്കെ ടയറൊക്കെ പുതിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 86,000 ഓടിയ വണ്ടിയാണ്. ഓട്ടം കുറവുണ്ട്. 86 ഓടിന്. ഓട്ടം കുറവെന്നൊന്നും പറയാ, ഡീസലിൽ കുറവാണ്. 86 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന വില 7,65,000 രൂപ. 765. ഓക്കെ. ലോൺ മാക്സിമം ചെയ്യാം. ലോൺ ചെയ്തു. ഓക്കെ. അപ്പൊ ഇതേപോലത്തെ വേറെ വണ്ടി ഉണ്ട്? ഇതേപോലത്തെ ഒരു 20 മോഡൽ വണ്ടി ഉണ്ട്. അത് സർവീസ് ചെയ്യാൻ കൊണ്ടുപോയതാ. ഓക്കെ. അപ്പൊ അത് 20 മോഡൽ വണ്ടി ഉണ്ട്. 50,000 ഓടിയ വണ്ടി ഉണ്ട്. 50,000 ഓടിയിട്ടുള്ളൂ. ഇതേപോലെ ഡീസൽ ഓട്ടോമാറ്റിക് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. അത് നമ്മൾ 9.5 ലക്ഷം രൂപ ചോദിക്കണം. 9 ചോദിക്കുന്നുണ്ട്. അതും മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. നല്ല ആലുവക്കണ്ടം പോലത്തെ ഒരു ജനപ്രിയ വണ്ടി, സ്വിഫ്റ്റ് കാറാണ്. ഏനായിരുന്നു നാസർക? ഇത് 2022 മോഡല്. മാനുവൽ ഓട്ടോമാറ്റിക് VXI വണ്ടിയാണ്. VXI ഓപ്ഷൻ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ഫിറ്റിംഗ്. ഓട്ടോ എത്രയുണ്ട്? ഓട്ടോ 60,000 ഓടിന്. വെറും 60,000. 2 ടയർ ഇപ്പൊ പുതിയത് ഇട്ടാണ്. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ഭാഗത്ത് നല്ല സീറ്റ് കവർ. റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നിലവിൽ നമുക്ക് കമ്പനി വാറണ്ടി കഴിഞ്ഞാണ്. നമുക്ക് 1 വർഷം വാറണ്ടി കാര്യങ്ങൾ കൊടുക്കാം. 6,30,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കാല. ചെറിയ മാറ്റം എന്താ ഉണ്ടോ ചോദിക്കണ പോലെ ആരും തരുന്നില്ല. പിന്നെ എന്തായാലും വീഡിയോയിൽ കമാൻഡ് ഫുള്ള് റേറ്റ് കൂടുതൽ അവിടെ വെക്കാറിയും. അത് തുടങ്ങിയിട്ട് കുറെ കാലമായി. വീഡിയോയിൽ ഓരോരുത്തർ പറയും വണ്ടി വിറ്റ് പോരാന്നൊക്കെ. അല്ല, അവർ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മളെ ഈ വീഡിയോന്റെ കമന്റിലുണ്ടോ കുറെ ആൾക്കാർ ആ വണ്ടിയൊക്കെ അവിടെ നിൽക്കുള്ളൂ, വിറ്റ് പോലെ വില കൂടുതലാണ്. എടുക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ആ വണ്ടി എടുത്ത് തരുന്നുണ്ട്. ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടൊക്കെ. അപ്പൊ അവരെ വണ്ടി നമ്മൾ വിലക്ക് എടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അല്ലാതെ വീഡിയോയിൽ കുറെ ആൾക്കാർ വെറുതെ ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ട്. അവരെങ്ങനെ കമന്റ് ഇടും. അല്ല, വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി രാത്രിയും പകലിന്റെ വ്യത്യാസമുള്ള വാഹനങ്ങളുണ്ട്. അതില് നല്ല നോക്കിട്ട് എടുക്കാം. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഇതിന് 6.30 ചോദിക്കണം. ആവശ്യക്കാരന്റെ വിളിക്കട്ടെ. ലോൺ എത്ര? ലോൺ തന്നെ ഒരു 60-70 ഉറുപ്പ ഉണ്ടെങ്കിൽ 60-70 ഉറുപ്പ വേണ്ടി വരും അല്ലേ? ഓക്കെ. മൈലേജിന്റെ രാജാവ് മാരുതിന്റെ സിയാസ് അല്ല, അതും ഡീസൽ ഹൈബ്രിഡ്. 24 കിലോമീറ്റർ എന്തായാലും കിട്ടൂല. നല്ല ഹൈവേയിൽ 24-26 വരെ കിട്ടും. ലോക്കൽ ഓട്ടത്തിന് ലോക്കൽ കിട്ടൂല. ലോങ് ആണെങ്കിൽ അത്ര മൈലേജ് വരെ കിട്ടും. നമ്മൾ ഓടിച്ചത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു പെട്ടി പീസ് അല്ല? പെട്ടി പീസ്. എങ്ങനെയായിരുന്നു നാസറക? ഇത് 2017 മോഡല്. ഓക്കെ. VDI പ്ലസ്. VDI പ്ലസ്. സ്റ്റാറിംഗ് മേലെ വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് നല്ല അടി. ഇന്റീരിയർ ഭാഗത്ത് ബെഡ്റൂം ഫീൽ ആണ് അല്ല? നല്ല ഒരുപാട് ഫിറ്റ് കയറിയിട്ടുണ്ട്. ഉള്ളിലാണ് ഫിറ്റിംഗ്സ്. അതെ, ഇന്റീരിയർ ഭാഗത്ത് അലോയ് വീൽസ് ഒന്നുമില്ല. അതെ, ഇന്റീരിയർ ഭാഗത്താണ് ഞാൻ പറഞ്ഞത്. 50,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഇതിന് ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ടോ? ഇത്രയും വീഡിയോയിൽ ഒരു വണ്ടിക്ക് അവിടെ റീപ്ലേസ് ഉണ്ട്. ഈ ഒരു ബോണറ്റ് മാത്രം. ഓക്കെ. അത് നമ്മൾ പറയാൻ കഴിയും. ഇത് മൈനറാ മേജറാ? അല്ലല്ല, ഇതിന്റെ മുകളിൽ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്ത് അവർ പറഞ്ഞുതരും. മേജർ കിട്ടിയൊന്നുമില്ല. വണ്ടി ഞങ്ങൾ എടുക്കൂല. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന് ചോദിക്കണ വില 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ ചോദിക്കും. ലോണ് ഏകദേശം 5 ഉറുപ്പ വരെ ലോൺ ചെയ്യാം. ചെറിയ എന്തെങ്കിലും മുടക്കിയാൽ മതി. ബാക്കി നമ്മള് കുറച്ച് കൊടുക്കണോടും കൂട്ടിയ ചെറിയ പൈസ ഒരു 50 ഉറുപ്പിന്റെ ഉള്ളുണ്ടെങ്കിൽ ഇറക്കാം. 40 ഉറുപ്പ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടി അല്ലേ? ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ. 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം മാരുതിന്റെ എസ്ട്രോസ് ഹൈബ്രിഡ്. ഡീസലിലെ ഹൈബ്രിഡ് ആണ്.
നസറൊക്കെ ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡല്. പിന്നെ സീറ്റാണ് വേരിയന്റ്. സീറ്റാ? സീറ്റ ഡീസൽ ഹൈബ്രിഡ് വണ്ടി. അലോയ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? അല്ലേ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, പുഷ് ബട്ടൺ ചെറിയൊരു മാറ്റം ഫുൾ ഓപ്ഷൻ ആയിട്ടുണ്ടാവും. ചെറിയൊരു മാറ്റം. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലോൺ വേണ്ടവർക്ക് ഇതേപോലെ തന്നെ എല്ലാ ലോണും പറയും പോലെ ഒരു 80,000 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ 70 ഉറുപ്പിക ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന് ചോദിക്കുന്ന വില 7,30,000. 7,30 ചോദിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ട് വരട്ടെ. വണ്ടി വേറെ തട്ടുമുട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. പറയും മൂപ്പര് എടുക്കുന്ന വണ്ടി എത്രയും വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു വണ്ടിന്റെ ബോണറ്റ് മാത്രം മാറിയിട്ടുള്ളൂ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു മാരുതിന്റെ സെലേറിയോ, അതും ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഈ ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയ ഒരു വാഹനം. എങ്ങനെയാണ് നാസർക്ക മോഡൽ? 2015 മോഡൽ ZXi ഓട്ടോമാറ്റിക്. 15 ZXi അല്ല. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓണർഷിപ്പ് 3 ഓണർഷിപ്പ് ആയിട്ടില്ല. ഓക്കെ. വേറെ തട്ടുമുട്ടൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി കാണുമ്പോ നീറ്റ്. ടയറൊക്കെ പുതിയത്. അതെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലൊക്കെ 100% ക്ലിയർ. ഇത് നമ്മൾ 3,10,000 ചോദിക്കണേ. 3,10,000 ലോണും കിട്ടൂലേ? ലോൺ കിട്ടും. എന്തായാലും 2 ഉറുപ്പിക ലോൺ കിട്ടും. എന്തായാലും കിട്ടും. 50 ഉറുപ്പിക കൊണ്ടെന്നാല് ഒരു 50 ഉറുപ്പിക ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോട്ടല്ലേ. പിറ്റാര ബ്രസ്സ ഈ ജീപ്പ് കോമ്പസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. ഫിറ്റിംഗ്സ് ഉണ്ട്, ഡബിൾ LCD ഉണ്ട്. അതെ, ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ബ്രസ്സ ഡീസലില് ഫുൾ അല്ലേ? ZD. അലോയ്സ് പുഷ് ബട്ടൺ വരോ? ഇല്ല, പുഷ് ബട്ടൺ വരൂല്ല. ഓക്കെ. എത്ര മോഡലായിരുന്നു ഇത്? 18 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. 1,10,000 ഓടിയിട്ടുണ്ട്. 10 വലിയ ഓട്ടോ ഒന്നല്ല. ഈ ഡീസലിൽ വലിയ ഓട്ടോ ഒന്നല്ല. ഇതിനൊക്കെ 1 വർഷം വാറണ്ടി കൊടുക്കാൻ പോയി. എഞ്ചിനും ഗിയർ 1 കൊല്ലം വാറണ്ടി കൊടുക്കും ഈ വണ്ടിക്കാ? ഈ വണ്ടി കണ്ണി ചിമ്മിട്ട് ഇറക്കാൻ പറ്റിയ വണ്ടി. 1 വർഷത്തിന് എഞ്ചിന് ഗിയർ ബോക്സിനൊക്കെ വാറണ്ടി കൊടുക്കാം. അത് നേരത്തെ നമ്മൾ വീഡിയോ എടുത്ത എസ്ക്രോസ് എല്ലാ വണ്ടിക്കും കൊടുക്കാം. 18 മുതലുള്ള എല്ലാ വണ്ടിക്കും എല്ലാം കൊടുക്കാം. 1 വർഷം വാറണ്ടി കൊടുക്കാം. ഓക്കെ. ഇത് പിന്നെ എത്ര കൊടുക്കാം? ഇത് 7,30,000. 7,30,000. ഒരു 60-70 ഉറുപ്പിന്റെ ബാക്കി ലോൺ ചെയ്യല. ഓക്കെ, അപ്പൊ ആവശ്യക്കാരനെങ്കിൽ വിളിച്ചോട്ടല്ലേ.